രോഹിത്തിനെ കോടതിയിൽ നിന്നും വെറുതെ വിട്ടതിനെ തുടർന്ന് അലീനയും രോഹിത്തും കൂടെ ശരണ്യയെ കണ്ട് മാപ്പ് പറയാൻ തീരുമാനിക്കുകയാണ്. രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് ശരണ്യയെ കാണണമായിരുന്നു. അവൾ കാരണമല്ലേ ഞാനിപ്പോൾ പുറത്തിറങ്ങിയത്. ഇല്ലെങ്കിലിപ്പോൾ എൻ്റെ ജീവിതം എന്തായി തീർന്നേനെ. ആ ഇരുമ്പഴിക്കുള്ളിൽ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവിടെ കിടക്കേണ്ടി വരുമായിരുന്നില്ലേ, അവരുടെ ഇടിയും ചവിട്ടും ഒക്കെ കൊണ്ടിട്ട്. അപ്പോൾ അലീന പറയാണ്, അങ്ങനെയൊക്കെ എന്തിനാ നീ വിചാരിക്കുന്നത്? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ? എനിക്കാണെങ്കിൽ ശരണ്യയെ കണ്ട മാപ്പ് പറയണം. അന്ന് ഞാനും ആ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? അന്ന് ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാനൊന്ന് അവന്മാരെ പിന്തിരിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ആ കുട്ടി രക്ഷപ്പെടില്ലായിരുന്നോ? പക്ഷേ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ഒന്നിനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനും ഒരു കാരണക്കാരനാണല്ലോ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് മാപ്പ് പറയണം. അപ്പോൾ അലീന പറയാണ്, ശരി, നിനക്ക് മാപ്പ് പറയണമെങ്കിൽ നമുക്ക് അവളെ കാണാൻ പോകാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ശരണ്യയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ശരണ്യയോട് രോഹിത്ത് പറയുന്നുണ്ട്, എന്നോട് മാപ്പാക്കണം. അന്ന് നിന്നെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഞാൻ നടത്തിയില്ല. ഞാൻ പേടിച്ച് അവന്മാരെന്നെ ഭയപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നീ ഇപ്പോൾ തെറ്റുകാരനല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ വിധി അല്ലാതെ എന്ത് പറയാനാ? അന്ന് അവന്മാർ നിന്നെയും ട്രാപ്പിലാക്കിയതല്ലേ. നിന്നവന്മാർ പുറത്തേക്ക് പോയാൽ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ലേ അവിടെ ഇട്ടിരുന്നത്. പോട്ടെ, ഇനി അതൊന്നും ആലോചിക്കണ്ട, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. നീ എന്നോടല്ല മാപ്പ് പറയേണ്ടത്. നീ ഇതാ നിൽക്കുന്നില്ലേ അലീന ചേച്ചി, ഈ അലീന ചേച്ചിയോട് വേണം നീ എല്ലാത്തിനും നന്ദി പറയാൻ. എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതും ഇങ്ങനെ കോടതിയിൽ ചെന്ന് നീ കുറ്റവിമുക്തനാണ് എന്ന് പറയണമെന്ന് വരെ എനിക്ക് വിശ്വാസവും എനിക്കൊരു തൻ്റെടവും തന്നത് ഈ അലീന ചേച്ചിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ കട്ടിലിൽ നിന്ന് എണീക്കില്ല. ആ ഇരുട്ടുമുറിക്കകത്ത് എൻ്റെ ജീവിതം അങ്ങ് തീർന്നേനെ. പക്ഷേ അലീന ചേച്ചിയാണ് എന്നെ പഴയ ശരണ്യയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത്. ചേച്ചി എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചു. എന്നെ അന്ന് ആദ്യം കാണാൻ വന്ന സമയത്ത് എന്തെല്ലാം പീഡനങ്ങളാണ് ചേച്ചിക്ക് കിട്ടിയത്. അതൊന്നും വകവയ്ക്കാതെ ചേച്ചി വീണ്ടും എന്നെ കാണാൻ വന്നു. എന്നെ ഇപ്പോൾ പഴയ നിലയിലേക്ക്, പഴയ ശരണ്യയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു. തെറ്റൊന്നും ചെയ്യാത്ത നിന്നെ എന്തിനിങ്ങനെ ശിക്ഷിക്കണം എന്നൊക്കെ ചേച്ചി എന്നോട് ചോദിച്ചു. അങ്ങനെ ചേച്ചി പറഞ്ഞതിൻ്റെ ആ ഒരു ബലത്തിലാണ് ഞാൻ കോടതിയിൽ അങ്ങനെ വന്ന് പറഞ്ഞത്. അങ്ങനെയല്ലേ നീ രക്ഷപ്പെട്ടത്. അപ്പോൾ ആ ചേച്ചിയോട് നീ മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ രോഹിത്ത് അലീനയോട് കൈകൂപ്പി നന്ദി പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ മോനെ ഇത്? ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശരണ്യയെ കാണാൻ പോയതും അവളോട് ആ കാര്യം ആവശ്യപ്പെട്ടതും. അല്ല, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലൊന്നിലും ഇടപെടില്ലായിരുന്നു. നിന്നെ എനിക്കറിയാം, നിനക്കതിനൊന്നും കഴിയില്ല എന്നും എനിക്കറിയാം. ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി. ചേച്ചിയോട് അന്ന് ഞാൻ ആ ഒരു ക്രൂരത ചെയ്തത് അത് അന്ന് ഹരി എന്നെ നിർബന്ധിച്ചിട്ടാണ്. എനിക്കറിയാമോനെ, ആ ഒരു കാര്യമൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. നിൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. അങ്ങനെ ശരണ്യയോട് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലചന്ദ്രൻ വൈജിയോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായടി, നീ വേണ്ടാന്ന് പറഞ്ഞു വെച്ച ആ വേലക്കാരി പെണ്ണല്ലേ നിൻ്റെ മകനെ ഇപ്പോൾ പുറത്തിറക്കി കൊണ്ടുവന്നത്? മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോടി പുറത്തിറക്കാൻ? നിൻ്റെ ചേട്ടന്മാരോ ആരെങ്കിലും? ആ ഒരു പാവപ്പെട്ട പെണ്ണ് അവളുണ്ടായിരുന്നത് കൊണ്ട് നിൻ്റെ മകനിപ്പോൾ പുറം ലോകം കണ്ടു. എന്നിട്ടും അവളെ നിനക്കൊരു വിലയുമില്ല. അവളെ കുറ്റപ്പെടുത്തലുകൾ മാത്രം. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ അവനെ ഇപ്പോൾ പുറത്തിറങ്ങിയത്. അല്ലാതെ അവൾ ചെന്ന് സഹായിച്ചിട്ടാണോ? നിന്നോടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടും കാര്യമില്ലടി. ഒരു രൂപ പോലും പ്രതീക്ഷിക്കാതെ അവൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? വേണ്ട, ഇപ്പം ഞാനത് പറയുന്നില്ല. ഇതിനുള്ള മറുപടി ഞാൻ ഒരിക്കൽ നിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ നിനക്കുണ്ടായാൽ മതി. അയ്യോ, നമ്മളൊന്നും പറയുന്നില്ലേ നിങ്ങളുടെ അലീനെ? അല്ലെങ്കിലും അലീനയെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമല്ലോ, അതെനിക്കറിയാം എന്ന് പറയുമ്പോൾ അലീനയും രോഹിത്തുമായിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോൾ ഈ ദേഷ്യമെല്ലാം രോഹിത്തിൻ്റെ അടുത്ത് തീർക്കുകയാണ്. രോഹിത്തിൻ്റെ കവിളിൽ 2 അടി കൊടുത്തതിന് ശേഷം വൈജ പറയുന്നുണ്ട്, നിനക്ക് ഇനിയും മതിയായില്ല അല്ലേ? നീ കാരണം എനിക്കോ നിന്റെ സഹോദരിമാർക്കോ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നിന്നെ ഇതിനാണോടാ ഞാൻ വളർത്തി വലുതാക്കി ഇത്രയും പഠിപ്പിച്ച് വിട്ടത്? നാണം കെട്ടവനെ. എന്നിട്ടിപ്പോൾ അവളുടെ കൂടെ ചേർന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ അവന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. രോഹിത്ത് പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അമ്മ പറയുന്നത്? അപ്പോൾ അലീന പറയാണ്,
മാഡം എന്തിനാ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? രോഹിത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ അവനെ ഇപ്പോൾ വെറുതെ വിട്ടത്. പിന്നെ എന്തിനാ അവനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി അവനോട് അങ്ങനെ സംസാരിക്കരുത്. അവനാണെങ്കിൽ കോളേജിൽ പോകാനോ ഒന്നിനും തോന്നുന്നില്ല. അവൻ്റെ മനസ്സൊക്കെ മരവിച്ച മട്ട. അതുകൊണ്ട് ഇനി അവൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ഒന്നും പറയരുത്, അവനെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ. ഞാനൊന്ന് മേഡത്തിനോട് ചോദിച്ചോട്ടെ, മാഡം നല്ലൊരു മോനായിട്ട് വളർത്തിയിരുന്നെങ്കിൽ ഇന്നവൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുമായിരുന്നോ? അല്ലെങ്കിൽ അവൻ ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അതുകൊണ്ട് അവനെ ഇനി ഒന്നും പറയരുത്. അപ്പോൾ വൈജയ്ക്ക് തിരിച്ചു പറയാനായിട്ട് യാതൊരു ഉത്തരവും ഇല്ല. ആ സമയത്താണ് കമല അറിയുന്നത് രോഹിത്തിനെ കോടതിയിൽ നിന്നും വെറുതെ വിട്ടു എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ കമല മനുവിനോട് പറയുന്നുണ്ട്, എടാ മനു, നീ അറിഞ്ഞില്ലേ ആ രോഹിത്ത് അവൻ പുറത്തിറങ്ങിയെന്ന്? എൻ്റെ മകൻ, അവൻ മാത്രം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. എടാ എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷിക്കടാ. ശിവേട്ടനോട് ഒന്ന് പറയടാ, എത്ര കോടികൾ വേണമെങ്കിലും ചിലവാക്കാം, എൻ്റെ മകനെ ഒന്ന് പുറത്തിറക്കാൻ നീ ഒന്ന് ശ്രമിക്കടാ. ശിവേട്ടനോട് ഒന്ന് പറ മനു. എനിക്കാണെങ്കിൽ ഊണുമില്ല ഉറക്കമില്ല. എത്ര നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നു എന്ന് നിനക്കറിയില്ലേ? ഇപ്പോൾ രോഹിത്ത് കൂടെ പുറത്തിറങ്ങി. എടാ മനു, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് പുറത്തിറക്കാൻ നീ ഒന്ന് കൂടെ നിൽക്കടാ. എനിക്കിനി ആരോടാ ഞാൻ ഇതൊക്കെ ആവശ്യപ്പെടേണ്ടത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എത്ര ദിവസമായി അവൻ അതിനുള്ളിൽ കിടന്ന് അഴിയെണ്ണുന്നു. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? രോഹിത്ത് തെറ്റുകാരനല്ല എന്ന് കോടതിക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവനെ വെറുതെ വിട്ടത്. പക്ഷേ ഹരി എങ്ങനെയാണോ, അവനും ബാക്കി അവൻ്റെ 3 പേരും കൂടെ ചേർന്ന ആ പെണ്ണിനെ പിച്ച് ചീന്തിയത്. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ മകനെ പുറത്തിറക്കാനോ? അതിന് സാധിക്കുമോ? അതിന് സാധിക്കില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. രോഹിത്ത് നിരപരാധി ആയതുകൊണ്ടാണ് അവനെ വെറുതെ വിട്ടത്. എടാ മനു, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ ബാലചന്ദ്രൻ കൊണ്ടുവന്ന് കോടികൾ മുടക്കി കാണും. അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ആ രോഹിത്ത് പുറത്തിറങ്ങിയത്. എങ്ങനെയെങ്കിലും എൻ്റെ ഹരിയെ കൂടെ ഒന്ന് രക്ഷിക്കാൻ പറയടാ എന്നിങ്ങനെ പറയുകയാണ് കമല. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്താ അമ്മേ, രക്ഷിക്കാൻ പറഞ്ഞാൽ രക്ഷിക്കാൻ ഇത് വേറെ എന്തെങ്കിലും കാര്യമാണോ? അവൻ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. ഇനി നമുക്കൊന്നും ഏർപ്പെടാൻ ഒന്നിനും കഴിയില്ല. ആ ശരണ്യ വന്ന് അല്ലെങ്കിൽ മൊഴി മാറ്റി പറയണം അവനും അവളെ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ എന്ന്. പക്ഷേ ശരണ്യ അങ്ങനെ പറയൂ? ഒരിക്കലും ആ പെൺകുട്ടി അത് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും അവനും അവൻ്റെ കൂട്ടുകാരും അതിനകത്ത് കിടക്കുക തന്നെ ചെയ്യും. രോഹിത്ത് പുറത്തിറങ്ങിയ വിശേഷം അറിഞ്ഞിട്ട് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. ആ ചേച്ചി, ആ ദ്രോഹി പുറത്തിറങ്ങിയല്ലേ ചേച്ചി? അപ്പോൾ അലീന പറയണം, മോളെ അങ്ങനെയൊന്നും പറയരുത്. അവൻ തെറ്റുകാരനല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ കോടതി വെറുതെ വിട്ടത്. പിന്നെ എന്തിനാ മോളെ ഇങ്ങനെ പറയുന്നത്? എല്ലാവരും കൂടെ അവനോട് അങ്ങനെ പറയുമ്പോൾ അവനത് സഹിക്കാൻ പറ്റുന്നില്ല. അവന് കോളേജിൽ പോകാനോ ഒന്നിനും അവൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല മോളെ. അവനെ ആകെ തകർന്ന മട്ടില്ല. എങ്ങനെയെങ്കിലും അവനെ പഴയ രോഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് വരണം. അയ്യോ ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചിക്ക് വിഷമമായോ? നമുക്ക് എന്തായാലും അവനെ പഴയ രോഹിത്താക്കി തിരിച്ചു കൊണ്ടുവരാം. അതിന് എന്നോടൊന്ന് സംസാരിച്ചാൽ മതി, ഞാൻ മാറ്റിയെടുത്തോളാം അവനെ. ചേച്ചി ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ കയ്യിലേക്ക് വിട്ടേക്കെന്നേ, ഞാൻ ശരിയൊക്കെ എടുത്തോളാം. പഴയ രോഹിത്തായിട്ട് തന്നെ ചേച്ചിക്ക് ഞാൻ തിരിച്ചു തരാം. എന്താ പോരെ? മതി മോളെ മതി. ആ ശരി, വയ്ക്കുവാണേ എന്ന് പറഞ്ഞ് അലീന ഫോണ് കട്ട് ചെയ്യാണ്. ആ സമയത്താണ് ശരണ്യ അലീനയെ വിളിക്കുന്നത്. ചേച്ചി, നാളെ നമുക്ക് ഒരിടം വരെ പോകണമല്ലോ. എവിടെയാ മോളെ, എവിടെയാ പോവേണ്ടത്? നമുക്ക് പോവാമല്ലോ, നീ പറയ് എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി എനിക്കാവുന്ന ആ ഹരിയെ ചെന്നൊന്ന് കാണണമെന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. എന്താ മോളെ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? ഇല്ല ചേച്ചി, എനിക്ക് പോകണം. അവന്മാരെ അറിയണ്ടേ ഞാനിപ്പോൾ പഴയ ശരണ്യായിട്ട് ഇവിടെ സങ്കടപ്പെട്ട് ഇരുട്ട് മുറിക്കുള്ളിൽ ആഹാരവും ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അവനിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവന്മാരറിയണ്ടേ ഞാനിപ്പോൾ അങ്ങനെയല്ല. ഇതാ പഴയ ശരണ്യല്ല എന്നും അതിനേക്കാളും തൻ്റെ ഇടവും സാമർഥ്യവും ഉള്ള പുതിയ ശരണ്യാണ് എന്നുള്ള കാര്യമൊക്കെ അവന്മാരെ ഒന്ന് അറിയിക്കണ്ടേ ചേച്ചി? അതിനെന്താ മോളെ, നമുക്ക് നാളെ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അലീനയും ശരണ്യയുമായിട്ട് ഹരിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഹരിയെ കണ്ടപാടെ തന്നെ ഹരിയുടെ ചെകിടത്തിൽ നിന്ന് 2 പൊട്ടിച്ചതിന് ശേഷം ശരണ്യ പറയുന്നുണ്ട്, എന്താടാ നീ വിചാരിച്ചിരുന്നത്? ഞാനിപ്പോൾ കരഞ്ഞ് ആ റൂമിനകത്ത് ഒളിച്ചു കിടക്കുമെന്നാണോ? പുറം ലോകം കാണില്ലെന്നാണോ നീയൊക്കെ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്? എങ്കിലേ നിനക്ക് തെറ്റിപ്പോയി. ഇത് നീ ആ കണ്ട പണ്ടത്തെ ശരണ്യ അല്ലടാ, ഇതിപ്പോൾ പുതിയ ശരണ്യാണ്. എന്ത് സാഹചര്യത്തെയും നേരിടാൻ കരുത്തുള്ള ശരണ്യ. അതുകൊണ്ട് ഇനി നിന്നെ കാണുമ്പോൾ ഞാൻ തല കുനിച്ച് നടക്കുമെന്നോ പേടിച്ച് നടക്കുമെന്നോ ഉള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട. നിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് പുറം ലോകം കാണിക്കില്ലടാ. നീ ജീവപര്യന്തം ഇതിനകത്ത് കിടന്ന് ശിക്ഷ അനുഭവിക്കണം.
ഇനി ഒരു പെൺകുട്ടികൾക്ക് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിന്നെയൊക്കെ പുറത്തിറക്കിയാലേ നീയൊക്കെ ആ നാട് നശിപ്പിക്കും. അതുകൊണ്ട് എന്തായാലും നിനക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ശിക്ഷ തന്നെ നിനക്ക് നിൻ്റെ കൂട്ടുകാർക്കും ഞാൻ വാങ്ങി തന്നിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഹരി ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു തവണത്തേക്ക് നിനക്ക് മാപ്പ് നൽകാൻ കഴിയില്ലേ? എന്നോട് നീ ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അത് അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോൾ ശരണ്യ അലറിക്കൊണ്ടാണ് ഹരിയോട് ദേഷ്യപ്പെടുന്നത്. നീ എന്താടാ പറഞ്ഞത്? നിനക്ക് തെറ്റു പറ്റിപ്പോയെന്നോ? ഇതാണോ നിനക്ക് പറ്റിപ്പോയ തെറ്റ്? നിനക്ക് നാണമില്ല എന്നോട് ഇങ്ങനെ ചോദിക്കാനായിട്ട്? നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിൻ്റെ പണത്തിൻ്റെ ഒരു ചില്ലിക്കാശ് പോലും അവൾക്ക് ആവശ്യമില്ലടാ. അവൾക്ക് വേണ്ടത് നീതിയാണ്. നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരിനി പുറം ലോകം കാണാൻ പാടില്ല. അതിന് നിൻ്റെ ചില്ലിക്കാശ് അത് ആർക്ക് വേണം? അങ്ങനെ അവിടെ നിന്നും അലീനയും ശരണ്യയും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുന്ന സമയത്ത് രോഹിത്ത് തൻ്റെ ലവ്വറെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കോൾ എടുത്തതിന് ശേഷം പറയുന്നുണ്ട്, എന്തിനാടാ നീ എന്നെ വിളിച്ചത്? നിനക്ക് നാണമില്ലേ? നിന്നെപ്പോലുള്ളൊരു ചതിയനെ, ദൈവമേ, അത് ദൈവമായിട്ടാണ് എന്നിൽ നിന്ന് മാറ്റിച്ചത്. ഇനി നിന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിനക്കൊക്കെ എങ്ങനെ തോന്നുന്നുകൂടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നീ വലിയ നിരപരാധി. ഇനിമേൽ എന്നെ വിളിക്കുകയോ എന്നെ കാണാനോ നീ ശ്രമിക്കരുത്. നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതുകൂടെ കേൾക്കുമ്പോൾ രോഹിത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതിക്കുട്ടി അലീനയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീന പച്ചക്കറിയോ മറ്റോ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് രോഹിത്ത് മാത്രമാണ് വീട്ടിലുള്ളത്. രേവതിക്കുട്ടി ദൂരെ നിന്ന് നടന്നു വരുന്നത് രോഹിത്ത് കാണുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി രോഹിത്തിനോട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. രോഹിത്തിൻ്റെ ആ മൂടൊക്കെ പതിയെ രേവതിക്കുട്ടി സംസാരിക്കുമ്പോൾ അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. രേവതിക്കുട്ടിയോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുമ്പോൾ പഴയ രോഹിത്ത് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. രേവതിക്കുട്ടിയോട് എവിടെയോ ചെറിയൊരു പ്രണയം രോഹിത്തിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.